അപ്പൊ എക്കാലത്താണ് ഇവിടെ കുഴപ്പമുണ്ടാകാന്നറിയോ? എപ്പോഴാ? അപ്പൊ നമ്മൾ നോക്ക്, അങ്ങനെ വലിച്ചു കൂടുന്നതിന്റെ മോനെ, വലിക്കുന്നതിന്റെ പേരെന്താ? കാർബൺ ഓക്സിജൻ. പുറത്തേക്ക് വിടുന്ന ഈ സാധനത്തിന്റെ പേരെന്താ? കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു കുറ്റി LPG ഗ്യാസിന്റെ വില എത്ര? ഇന്നലെ ഞാൻ മേടിച്ചു 375, 80, 400 പറയുന്നത്. ഇപ്പൊ 100 രൂപയും കൂടാൻ പോകുകയാണെന്നാണ് പരിഗണനയില്ല. 14.5 അല്ലെങ്കിൽ 15.5, 15 കിലോ വില വരുന്ന ഒരു കുറ്റി ഗ്യാസ് എത്ര ദിവസം കത്തിക്കാന്ന് നമ്മളെക്കാൾ വിദഗ്ധകളായി ഈ മറവിന്റെ അപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞു. ഒരു 4-5 ആളുകളുള്ള ഒരു ലഘു കുടുംബമാണെങ്കിൽ ഒരു 21-22 ദിവസം വരെ കത്തിക്കാം. ഒരു 10-15 ആൾക്കാരുള്ള കുടുംബമാണെങ്കിൽ ഒരു 2-3-4 ദിവസം കൊണ്ട് അത് കേങ്കാലിയായി തീരും. 450 രൂപ കൊടുത്താൽ 25 ദിവസം പാചകം ചെയ്യാനുള്ള ഗ്യാസിന്റെ വിലയാ 450 രൂപ. എന്നാൽ ഈ ഓക്സിജന്റെയോ ഒരു ശ്വാസം തടസ്സമുള്ള രോഗിയെ നിങ്ങൾ കാഷ്വാലിറ്റി എന്ന് പറയുന്ന എമർജൻസി വാർഡിൽ കൊണ്ടുപോയാൽ ഡോക്ടർ പറയും ഇയാൾക്ക് ശ്വാസം ശരിയല്ല, അതുകൊണ്ട് ഓക്സിജന്റെ പൈപ്പ് വെക്കണോ, മൂക്കും കൂടെ 2 പൈപ്പ് അങ്ങനെ കയറ്റി വെക്കും. നേരം വെളുക്കുമ്പോഴേക്കും ഒരു സിലിണ്ടർ മുഴുവൻ അയാൾ കാലിയാക്കിയിട്ടുണ്ടായിരിക്കും. 950 രൂപയാണ് ഒരു കുറ്റി ഓക്സിജൻ സിലിണ്ടർ ആസ്പത്രിയിൽ ചാർജ് ചെയ്യുന്നത്. 24 മണിക്കൂറിന് ശ്വസിക്കാൻ അയാൾക്ക് 2000-ഓളം രൂപ വേണം ഓക്സിജന്റെ വില. അപ്പോ ഒരു 75 കൊല്ലം ശ്വസിക്കുന്ന ഓക്സിജന്റെ വില എത്രയാ? നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വാതിൽ വരുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ ബാക്കിൽ പോയി കെട്ടിത്തൂക്കിയിട്ടല്ല വരുന്നത്. കുടിക്കന്റെ വെള്ളം മിനറൽ വാട്ടർ എന്റെ കാറിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഹോട്ടലുകളിൽ ലഭ്യമാണ്. പക്ഷേ നിങ്ങൾ അമേരിക്കയിൽ പോയാലും ആഫ്രിക്കയിൽ പോയാലും അന്റാർട്ടിക്കയിൽ പോയാലും ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉണ്ടല്ലോ. എന്നാൽ ഇവിടെ ദാരിദ്ര്യം വരുന്നത് എപ്പോഴാണെന്നോ? ശ്വസിക്കാനുള്ള ഓക്സിജൻ അതിന് ക്ഷാമം വന്നാൽ ദാരിദ്ര്യം വരുമെന്നുറപ്പാ. കാരണം ഇവിടെ ശ്വസിക്കാനുള്ള ഓക്സിജൻ എത്ര അളവുണ്ടോ അത്ര കണ്ട് സൃഷ്ടികൾക്ക് ജീവിക്കാനുള്ള സ്പേസ് അല്ലാഹു പ്രപഞ്ചത്തിൽ വെച്ചിട്ടുണ്ട് മോനെ. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഒരു ചെറുത് മുതൽ വലുതുവരെയുള്ള സകല ജീവജാലങ്ങളെയും പടച്ചു വിടുമ്പോഴേ അല്ലാഹു അതിന്റെ ഭക്ഷണവും അക്കോമഡേഷൻ ഇവിടെ നിയന്ത്രിച്ചു വെച്ചിട്ടുണ്ട്. ആ അള്ളാഹ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് കുടുംബാസൂത്രണം. ചില ആളുകൾ പറഞ്ഞുപോയി കുട്ടികൾ വേണ്ട, ഉണ്ടാക്കുകയാണെങ്കിൽ 1 മതി, ആണായാലും പെണ്ണായാലും 2 മതി നേരുന്നു പണ്ട് പറഞ്ഞത്. ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസിന്റെ പിന്നിൽ എഴുതിയിരുന്നു ആണായാലും പെണ്ണായാലും 1 മതി, ഒന്നും ഇല്ലാതിരുന്ന അത്രയും നല്ലതാണ്. ഇല്ലാതില്ലാഹി വഇല്ലായിലേക്ക് റാജിഊൻ. എന്താ എഴുതി വെച്ചത്? കുട്ടികൾ ഉണ്ടായാല് ബിച്ചക്കൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ മൊയ്യര്? നമുക്കിങ്ങനെ പറഞ്ഞു വയലുറഞ്ഞ് നടന്നാൽ മതി. അടുത്തത് ഞങ്ങളുടെ ഈ കമ്മീഷന്റെ പണി തന്നെ ഈ പോപ്പുലേഷൻ നോക്കലും ജനസംഖ്യാനുപാതികമായി കണക്കെടുപ്പലും റിസർവേഷൻ കൊടുക്കുക. റിസർവേഷൻ ആർക്കൊക്കെ കൊടുക്കണം, കൊടുക്കണ്ട, കൊടുക്കണവർക്ക് എത്ര പെർസെന്റേജ് കൊടുക്കണം, ഇത് തീരുമാനിക്കുന്ന സിവിൽ കോടതിയാണ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. അപ്പോ ഈ അടുത്ത സമയത്ത് ഒരു വലിയൊരു വിപ്ലവം ഉണ്ടായി. ഇന്ത്യയിൽ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളത് കാശ്മീരിലും കേരളത്തിലുമാണ്. കേരളത്തിൽ ഏറ്റവും അധികം ജനസംഖ്യ വർധനവ് കാണിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അവിടെ 90% മുസ്ലിങ്ങളാണ്. അപ്പോ ഒരു പത്രത്തിൽ ഒരാൾ എഴുതി, ഈ ആജിയന്മാരും മൊയ്യന്മാരും നടന്ന് പെണ്ണെട്ടിയിട്ട് ഓരോരുത്തർ 5-6 പെണ്ണ് കെട്ടിയിട്ട് ഓരോന്നിനും 10-12 മക്കളാണ്. ഒരു ഇലക്ഷന് നിന്നാൽ വാപ്പ നിന്നാൽ മക്കളെ വോട്ട് മാത്രം മതി വാർഡ് മെമ്പറാവാൻ. ആ നിരക്ക് കുട്ടികളുണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഇവിടെ ഭക്ഷ്യക്കമ്മി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കണം, നിർബന്ധപരമായി കുടുംബാസൂത്രണം, ഈ വർഗത്തെ പഠിപ്പിക്കണം, വംശീകരണം പഠിപ്പിക്കണം. ശരിയല്ല, ഈ 2 കമന്റും ശരിയല്ല. ഒന്ന് മുസ്ലിങ്ങളുടെ പോപ്പുലേഷന്റെ കാരണം ബഹുഭാര്യത്തല്ല, വളരെ വ്യക്തമായ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. മുസ്ലിങ്ങളിൽ എത്ര ശതമാനം ആള് ബഹുഭാര്യത്തുണ്ട് എന്ന് ചോദിച്ചാൽ 1% ചുവട്ടിലേ ഉള്ളൂ. പോയിന്റിലാണ് നിൽക്കുന്നത്, ഒന്നില്ല.
പതിവ് ഇവിടെ തന്നെ ഒരു സർവേ നടത്തി കളയാവാണേ. ഒരു സർവേ ഇവിടെ ആവാം. നമ്മളിപ്പോ സർവേക്ക് വേണ്ടി സർവേ എന്ന് പറഞ്ഞാൽ മലക്കുകളൊന്നല്ലേ നമ്മളല്ലേ നടത്തുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയാൽ മാത്രമല്ല സർവേ. നിങ്ങൾ നടത്തിയാലും ഞാൻ നടത്തിയാലും സർവേ ആവും. നടത്തുന്നവനൊക്കെ സർവേയർ തന്നെയാണ്. സർവേ നടത്തുന്നവന്റെ പേരാ സർവേയർ. അപ്പൊ ഇപ്പൊ വയലിൽ കഴിഞ്ഞ് പോകുമ്പോ ഒരു പുസ്തകത്തിൽ 2 കുട്ടികളെ അവിടെ നിർത്തിയ പോകുമ്പോ ചോദിക്കുക, പേരെന്താ? മുഹമ്മദ്. വയസ്സെത്ര? 56. കുട്ടികളെത്ര? 2. ഭാര്യ എത്ര? 1. പോ. അടുത്താണ് വിളിക്കുക. പേരെന്താ? അബൂബക്കർ. വയസ്സെത്ര? 58. ഭാര്യ എത്ര? 1. കുട്ടികളെത്ര? 4. പോ. ഉറപ്പിച്ചു പറയാൻ ഈ ബാലിന്റെ മജ്‌ലിസിലിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരുടെ ഇടയില് 2 ഭാര്യമാരെ സ്വീകരിച്ചവർ ഏത് കാര്യകാരണത്തിന് വേണ്ടിയായാലും 1% കൂടില്ല എന്ന് ബഹുരിച്ചായി പറയാൻ പറ്റൂ. എന്നാൽ ഏറ്റവും അധികം സ്വാദ് ബഹുഭാര്യത്വം നിലവിലുള്ളത് സവർണ വിഭാഗത്തിലാണ്. 6.4% ആളുകൾ അവരിൽ ബഹുഭാര്യത്വം സ്വീകരിച്ചവരാണ്. ഇത് സമസ്തയുടെ കണക്കല്ല, കാന്തപുരോത്സാഹത്തിന്റെ കണക്കല്ല, മർക്കസിന്റെ കണക്കല്ല, അവരുടെ ലീഗൽ അതോറിറ്റിയുടെ കണക്കാ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പുടക്കുണ്ടാക്കുന്ന പരിപാടിയല്ല മുസ്ലിങ്ങൾക്ക്. നേരം നമ്മൾ തഞ്ചോളം പറ പണിയൊന്നുമില്ല. ഈ ഉത്പാദനം തന്നെ തൊഴിൽ വെച്ച് പോകേണ്ട ആൾക്കാർ കേട്ടോ. പിന്നെ എങ്ങനെ ഈ ജനറേഷൻ കൂടുന്നത്? 14.6 കോടി മുസ്ലിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ലോകത്ത് ഇന്ത്യയിൽ വെച്ച് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. സൗദി അറേബ്യയിലുള്ള മുസ്ലിമിന്റെ 8 ഇരട്ടിയായി ഇവിടെ. ഖത്തറിലുള്ള മുസ്ലിമിന്റെ 16 ഇരട്ടിയായി ഇവിടെ. ലോകത്ത് 2ാം സ്ഥാനമുള്ള മുസ്ലിങ്ങളുടെ 2ാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യ രാജ്യ. ഇതെങ്ങനെ ഉണ്ടായത്? പണം കൊടുത്തിട്ടല്ല, ഭീഷണിപ്പെടുത്തിയിട്ടല്ല, ആയുധം കാണിച്ചിട്ടല്ല, തടിയന്റെ അവിടെ നസീറും കുമ്മായും നാസറിന്റെയും പ്രവർത്തനത്തിന്റെ ജിഹാദിന്റെ ഫലമായിട്ടല്ല, 4 ഈർക്കിളി പാമ്പ് കാണിച്ച് 4 സ്ഫോടനം നടത്തിയിട്ടല്ല, അൽഖായിദയുടെയും ബിൻലാദന്റെയും സന്തതികളല്ല ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. അവരുടെ ഒന്നും പ്രലോഭനമല്ല. അവരൊക്കെ വയറ്റിത്തീനികളാ. അത് കണ്ട് കുഞ്ചൻ നമ്പ്യാര് പറയുന്നതാണ്, ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. എല്ലാവരും വയറ്റിപ്പഴുപ്പിന് വേണ്ടി ജീവിക്കുന്ന സംഘടനകളാ അവരൊക്കെ. അവരല്ല ഇസ്ലാമിന്റെ ആദരോത്സവൻ, അവരല്ല ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോ, അവരല്ല ഇസ്ലാമിന്റെ മുഖ്യമന്ത്രികൾ. എന്റെ പ്രിയപ്പെട്ടവര്, ഇസ്ലാം മതം എങ്ങനെ വളർന്നു വലുതായി? 1921 മഹാകവി കുമാരനാശാൻ എഴുതിയുണ്ടാക്കിയ പുസ്തകമുണ്ട് ദുരവസ്ഥ. ഒരു വേള വായിച്ചോ, മാതൃഭൂമിയുടെ ഓഫീസിലേക്ക് വായിക്കാൻ കിട്ടും. മലയാള. ആ ദുരവസ്ഥ 1921 എഴുതിയത്. 1921 മലബാർ എന്ന് പറയുന്ന നിങ്ങളുടെ കോഴിക്കോട് മുതൽ മലപ്പുറം ഷർണൂർ പാലത്തിന്റെ ബോർഡർ വരെ മലബാറ. അവിടെ അങ്ങോട്ട് കൊച്ചിയാ. ഞങ്ങളൊക്കെ കൊച്ചിക്കാരാ. ആ മലബാറില് മലബാർ നഗല എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലം. കുമാരനാശാന്റെ നാട് ആലപ്പുഴയില്ല. ആലപ്പുഴയിലിരിക്കുന്ന കുമാരനാശാനോട് മലബാറിലുള്ള ചില വർഗീയവാദികൾ ചെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൂട്ടത്തോടെ മതപരിവർത്തനം നടത്തുകയാണ്, സ്ത്രീകളൊക്കെ ബലാത്സംഗം ചെയ്യുകയാണ്, കുട്ടികളൊക്കെ പിടിച്ച് മുസ്ലിമായി വൽക്കരിക്കപ്പെടുകയാണ്. ആ സമയത്താണ് 1921 മഹാകവി കുമാരനാശാൻ ആലപ്പുഴയിലെ തന്റെ വീട്ടിന്റെ അകത്തിരുന്ന് എഴുതിയുണ്ടാക്കിയ പുസ്തകമാണ് ദുരവസ്ഥ. ആ ദുരവസ്ഥയിൽ ഒരുപാട് പേജുകളിൽ മുസ്ലിങ്ങൾ അവർ നിശ്ചിതമായി കുമാരനാശാൻ വിമർശിച്ചു. പക്ഷേ ആ വിമർശിച്ച കൂട്ടത്തിൽ ആശാൻ സത്യം തുറന്നു പറഞ്ഞു. ആശാൻ പറഞ്ഞു, ഈ കാണുന്ന മുസ്ലിങ്ങൾ എങ്ങനെ അവിടെ ഉണ്ടായത്? ഭീഷണിപ്പെടുത്തിയിട്ടാണോ? വാള് കാണിച്ചിട്ടാണോ? പണം കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ടാണോ? കൊലപാതകം നടത്തിയിട്ടാണോ? സംഘട്ടനമാണോ? യുദ്ധമാണോ? കലാപമാണോ? ഒന്നുമല്ല. ഈ കാണുന്ന മുസ്ലിം പോപ്പുലേഷൻ ജനസംഖ്യ വർധനവിന്റെ കാരണം ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടത്തോടെ കയറി വരികയാണ്. ഇപ്പോഴും അതന്നെ അവസ്ഥ. എങ്ങനെ കയറി വരാണ്ടായ കാരണം? ആട്ടും വിലക്കും വഴി ആട്ടും മറ്റും കൂട്ടർ സഹിച്ച് പൊറുതിമൊട്ടു വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താനക്കത്തു കഴിഞ്ഞ നമ്പൂരി മതം. കേരളത്തിങ്കൽ മുസൽമാൻ പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകാവലിൽ ചീരം തിരകൾ കടന്നോരി മാലയ നേറിയ വന്നവരകയില്ല. എത്രയോ ദൂരം വഴി തെറ്റു നിൽക്കേണ്ട വേളച്ചെറുനൻ പോയി തൊട്ടിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുണ്ട തെറ്റും പിടിക്കണ്ട നമ്പുരാരെ. തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവൻ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തോ തമ്മിലുള്ള തെറിഞ്ഞിന്
ഒട്ടല്ല ഹോജാതി കുമരങ്ങൾ. കുമാരനാശാന്റെ ദുരവസ്ഥ വായിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഇസ്ലാം മതത്തിൽ ആളുകൂടാനുള്ള കാരണം കുമാരനാശാൻ പറഞ്ഞുപോയി. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേഗത്തി ചാരത്തിടുന്നിട ചുറ്റും പേടിക്കണ്ട നമ്പുരാരെ. മിനിഞ്ഞാന്ന് വരെ നമ്പൂരി 42 അടി അപ്പുറത്ത്, നമ്പൂതിരിയെ കാണുമ്പോ ബ്രാഹ്മണനെ കാണുമ്പോ 42 അടി അപ്പുറത്ത് നിൽക്കേണ്ട ചെറുമച്ചക്കൻ പോയി തൊപ്പിയിട്ട് മുസ്ലിമായാൽ ചുറ്റും പേടിക്കണ്ട നമ്പൂരാരെ. അവന് പിന്നെ നമ്പൂതിരിയെ പേടിക്കണ്ട, നായരെ പേടിക്കണ്ട. ആജിയാരുടെ കസേരയുടെ തൊട്ടടുത്തിരിക്കാമല്ലോ. ചിലയിടത്തെ പള്ളിയുടെ അകത്ത് കയറിയിട്ട് മുസ്ലിയാരുടെ തൊട്ടടുത്ത് തുണി ചേർന്നുകൊണ്ടിരിക്കാമല്ലോ. അതാണ് ഉമർക്കാതെ വഴിയുള്ളോ എന്ന് പാടിപ്പോയത്. ആശാരി മൂശാരി വമണ്ണാന് പറയരൂ വക്കുസവാന് ചുറ്റും വനായാടി പാണരൂ അയ്യാ ഫാഹിറം ബിന്നസ്ബി കൈഫാ തഫാഖുറൂ വാസിലൂക്ക് മുഅ്മിനു ഖബർ തിയ്യം വനായരൂ. ഈ വിഭാഗം ആളുകൾ സാഹോദര്യത്തിനു വേണ്ടി വർണ്ണവിവേചനമില്ലാത്ത മതമായ ഇസ്ലാമിലേക്ക്, ജാതിയില്ലാത്ത മതമായ ഇസ്ലാമിലേക്ക്, ഐക്യമില്ലാത്ത മതമായ ഇസ്ലാമിലേക്ക്, തൊട്ടുകൂടായ്മ ഇല്ലാത്ത മതമായ ഇസ്ലാമിലേക്ക്, മാനവീയത ഉയർത്തിപ്പിടിക്കുന്ന മതമായ ഇസ്ലാമിലേക്ക്, മനുഷ്യരൊക്കെ ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിലേക്ക്, ഈ രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളെന്ന് പറയുന്ന കഷ്ടപ്പെടുന്നവരെ ഓടി വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അല്ലാതെ പെണ്ണുകെട്ടി ആളുകളെ ഉൽപ്പാദിപ്പിച്ചിട്ട് അംഗസംഖ്യ വർദ്ധിപ്പിച്ചതല്ല ഇസ്ലാം എന്ന് കുമാരനാശാന്റെ ദുരവസ്ഥ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ സംഭവം പറഞ്ഞു വെച്ചത് ലോകമാകെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ഈ സമയം, ഈ തെറ്റിദ്ധാരണയുടെ പുകമറവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് യഥാർത്ഥ ഇസ്ലാമിന്റെ ജീവിത സരണിയിൽ നിന്ന് മാറി സഞ്ചരിച്ചവരുടെ പങ്ക് വലുതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് പോകേണ്ടി വന്നത്. ഇശാ മഗ്‌രിബിന്റെ ഇടയില് നമ്മുടെ വീട്ടിലുള്ള ഖുർആൻ പാരായണം നിന്നുപോയി. പാരമ്പര്യമായ കാലത്ത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മുടെ വീടുകളുണ്ടായിരുന്ന ഹദ്ദാദ് റാത്തീബിന്റെ പാരായണം നിന്നുപോയി, നാലമൗലൂദുകളുടെ പാരായണം നിന്നുപോയി, കുതുബിയത്തിന്റെ പാരായണം നിന്നുപോയി, മൗലിദിന്റെ പാരായണം നിന്നുപോയി. ശുർക്കിന്റെ പേരിൽ, ബിദ്അത്തിന്റെ പേരിൽ, കുഫറിന്റെ പേരിലൊക്കെ തട്ടിമാറ്റി. മൊഹീദ്ദീൻ എന്തായി? ഈ കോഴിക്കോട്ടുകാരനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ മൊഹീദ്ദീൻ മാല. ലേശം കൂട്ടി കൊടുക്കാം. ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ മൊഹീദ്ദീൻ മാല അത് ബിദ്അത്താന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, ഖാദിയാനി തുടങ്ങിയ ഐറ്റംസ്. ഇപ്പോഴോ നിങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് ടാഗോർ ഹാളില് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 2ാം ചരമദിനം ആഘോഷിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റുകാരൻ അത് ലൈവായി സംപ്രേഷണം ചെയ്തു. അവിടുത്തെ പ്രധാന അജണ്ട ബഷീറുമാല പാടലായിരുന്നു. പാടുന്നത് എം.എൻ. കാരാശ്ശേരി സാർ. ഒരേ ഇസ്ലാമിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചില്ല. രണ്ടും പറയുന്ന സാറ് ബിദ്അത്താണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ട മുഹയ്യിദ്ദീൻ മാലയെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാല പാടിയാൽ അത് ശിർക്കല്ല, പുരോഗമനമാണ്. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മദത് പറഞ്ഞാൽ അത് ശിർക്കാണ്. എന്താ ഡിഫറൻസ്? ശിർക്കിന്റെ മാനദണ്ഡമുണ്ട്. ഇപ്പൊ എന്തുണ്ടായി? നൂറ്റാണ്ടുകൾ പിന്നിട്ട് പോയപ്പോ മലയാള സാഹിത്യത്തിലെ വിശുദ്ധരന്മാർ അപഗ്രഥനം നടത്തിയപ്പോ കണ്ടുപിടിച്ചു മലയാള സാഹിത്യത്തിൽ തുല്യതയില്ലാത്ത വസ്തുവാ മുഹയ്യിദ്ദീൻ മാല. അതന്നെ ഈ കറാമത്ത് എന്ന് പറഞ്ഞ സാധനം പോലെ. എതിർത്തോരൊക്കെ ഇപ്പൊ മൊയ്തീൻ മാല പാടാൻ തോന്നുന്നു, കാരാശ്ശേരി പാടുന്നു, എം.ടി. വാസുദേവൻ നായർ ഹലാലാക്കുന്നു, ONV കുറുപ്പ് സാറ് പാടുന്നു. ഇത് 40 വട്ടഞ്ച് നവത്തുണ്ടായാറ് 40 വട്ടം കൂടിച്ചോവർ. മുഹയ്യിദ്ദീൻ മാല ജനാബത്ത് മാലയാന്ന് പറഞ്ഞ ആളുകൾ കാരണം അത്
ജനാപത്തമാലയാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആളുകള് ഇന്ന് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ആദർശത്തിലേക്ക് ലോകമെത്തുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും വലിയ പുരോഗമനവാദികൾ ആരാ ഇവിടെ മോനെ? ആരാ ഏറ്റവും വലിയ പുരോഗമനവാദികൾ ആരാ? അള്ളാഹുവിന്റെ അമ്പിയാക്കളാ. അത് കഴിഞ്ഞാൽ പിന്നത്തെ പുരോഗമനവാദികൾ ആരാ? അള്ളാഹുവിന്റെ ഔലിയാക്കളാ. ഏറ്റവും വലിയ വിഘടനവാദികൾ ആരാ? അവരാണ് വിഘടനത്തുകാര്. കണ്ടോ നിങ്ങൾ? കണ്ണൂരിലെ എടക്കാട് സഫിയ എന്ന് പറഞ്ഞൊരു പെണ്ണ്, അവർക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയേണ്ടി വന്നു, എന്റെ മകനല്ല മുഹമ്മദ് ഫയാസ്, അവന്റെ മയ്യത്ത് എടക്കാട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് അവന്റെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ എന്റെ ഉമ്മമാരോട് ചോദിക്കുകയാണ്, 10 മാസം മുമ്പ് പ്രസവിച്ച പെണ്ണിനത് പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ സ്ത്രീയുടെ മനസ്സ് ഗതികേട് കൊണ്ട് ഗദ്ഗതത്തോടെ പറഞ്ഞ വാക്കാണത്. ഗതികേട് കൊണ്ട് ഗദ്ഗതത്തോടെ പറഞ്ഞ വാക്കാണത്. കണ്ണൂരിലെ സഫിയ വിളിച്ചു പറഞ്ഞത് മുഹമ്മദ് ഫയാസിന്റെ മകനല്ല, അവന്റെ മയ്യത്ത് എടക്കാട് പള്ളിയിൽ കബറടക്കണ്ട, അവന്റെ മുഖോലിക്ക് കാണണ്ട, അവന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണ്ട, അവന്റെ കബറിവിടെ വേണ്ട. രാജ്യദ്രോഹിയായ മകന് എന്റെ നാട്ടിൽ കബറടക്കുന്നത് ഇഷ്ടമില്ല എന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സഫിയ എന്ന് പറഞ്ഞ പെണ്ണിന്റെ ഹൃദയം ഭിന്നുകയാണ്. ഒരു പ്രസവിച്ചുപോയ തള്ളക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ ബഹുമാനപ്പെട്ട അൽഖമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? ആരാണ് അൽഖമത്ത് റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണ്. അസ്ഹാബി കന്നുജി അയ്യിഹിൻ ഇഖ്തദൈതും. എന്റെ സഹാബത്തൊക്കെ നക്ഷത്രങ്ങൾക്ക് സമാനതയുള്ളവരാണ്. അയ്യിഹിൻ ഇഖ്തദൈതും. അവരിന്ന് ആരോട് പെൺകുട്ടിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ്. നക്ഷത്രങ്ങളെ പോലെയാന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവരായ എന്നർത്ഥത്തിലല്ല പറഞ്ഞത്. നക്ഷത്രം നോക്കിയിട്ടാണ് കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പിത്താൻ രാജ്യം കണ്ടുപിടിക്കുന്നത്. നക്ഷത്രം നോക്കി യാത്ര ചെയ്തവന്റെ ദിശ തെറ്റില്ലാതെ വഴിനടക്കൂല. കാരണം നക്ഷത്രം പോകില്ല, നിന്നിടത്ത് തന്നെ നിൽക്കും. നമ്മൾ എവിടെയൊക്കെ തിരിഞ്ഞാലും നക്ഷത്രം അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, എന്റെ സഹാബത്തൊക്കെ നക്ഷത്രത്തിലാണ്, ആരെ കണ്ടെത്തിയാലും നിങ്ങൾ ഹിദായത്തിലാണ്. അത് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ സഹാബിയായ അൽഖമത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്ന ഷഹാദത്ത് അൽഖമ പറയുന്നു, ഞാനത് ചൊല്ലൂല, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്ക് ചൊല്ലാൻ കിട്ടുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. ഷഹാദത്ത് മരണത്തിന്റെ മുഖാമുഖം കാണുന്ന സ്ഥലങ്ങൾ മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലജന്ന. ആരുടെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നായാലവൻ സ്വർഗത്തിലാണ്. എന്നാൽ അൽക്കറിയോ പറയാൻ പറ്റാതെ നശിപ്പിച്ചെടുക്കുന്നു. വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു. ഷഹാദത്തിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചു, അൽഖമക്ക് ഷഹാദത്തിന് തടസ്സം നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന് വഹി ലഭിച്ചുപോയി. അവിടുന്ന് പറഞ്ഞു, അൽഖമയുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലുമുണ്ടോ? ആ സമയത്ത് സദസ്സിന് വിവരം കിട്ടി, അൽഖമക്ക് വന്നിട വൃദ്ധിയായിരിക്കുന്ന ഒരു വൃദ്ധിയായ മാതാവുണ്ട്. ആളെ പറഞ്ഞു വെപ്പിച്ചു ആ സ്ത്രീ റസൂലിനെ വിളിച്ചു വരുത്തി. വിവരം ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു പോയിരുന്നത്, സ്വന്തം ഭാര്യക്ക് വലിയ പരിഗണന കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട മാതാവായോണ്ട് 4 കൂലിയാക്കിയല്ലോ അവന്. അതുകൊണ്ട് അവരെന്നെ ശപിച്ചു. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഇതന്നിനാണ് പുറത്തു കൊടുക്കൂ നിന്റെ മകന്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മാതാവിന്റെ കാലിന്റെ അടിയിലാണ് മക്കൾക്കുള്ള സ്വർഗം. അതേ മാതാവിന്റെ കാലിന്റെ അടിയിലാണ് മക്കളുടെ സ്വർഗം. അതുകൊണ്ട് പുറത്തു കൊടുക്കൂ നിന്റെ മകന്. ആ വന്യവയോധിയായിരിക്കുന്ന ഉമ്മ പറഞ്ഞു പോയി, നബിയേ അവന് പൊറുക്കാൻ പറ്റുമോ? കാരണം അവന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് അവനെന്നെ നാണക്കേടിലാക്കിയിട്ടുണ്ടല്ലോ, എന്റെ മാനം കളഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പൊറുക്കാൻ പറ്റൂല.
പറഞ്ഞു. പൊയ്ക്കാൻ പറ്റില്ലേ? പറ്റൂല. എന്നാൽ ആരും ഇവിടെ സഹാബത്തിനോട് പറഞ്ഞു, വേഗം പോയി കുറച്ച് വിറക് കൊണ്ടുവാ. വിറക് കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോ ഈ സ്ത്രീ ചോദിച്ചു, അള്ളാന്റെ റസൂലേ, എന്തിനാ വിറക്? ഇവിടെ വല്ല സദ്യയുണ്ടോ? അള്ളാന്റെ റസൂലുണ്ട്. മറുപടി, പിന്നെ സദ്യ വരിക്കാനല്ല, സഹാബത്തെ ചെല്ലാതെ വിസമ്മതിച്ച് മരിക്കുന്ന നിന്റെ മകന്റെ ശവം ഡെഡ്ബോഡി ഈ കാണുന്ന വിറകിലിട്ട് കരിച്ചു കളയാൻ. അത് കേട്ടപ്പോ ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞ ഹൈക്കബയുടെ മാതാവ് ഒരൊറ്റ കരുത്തിലാണ് ഹൃദയം പൊട്ടിപ്പോയി. പ്രസവിച്ച മാതാവിന്റെ ഹൃദയം തകർന്നുപോയി. അവരൊന്ന് പറഞ്ഞത്, അൽക്കമയത്തെ പരിപാടിയാണെങ്കിലും എത്ര മോശക്കാരനാണെങ്കിലും അവരെന്റെ വയറ്റിൽ പറഞ്ഞവരുണ്ട്. അവന് ഞാൻ പ്രസവിച്ച മോനല്ലേ, പ്രസവിച്ച ഉമ്മാനെ മുമ്പിലിട്ടിട്ട് മകനെ കഴിക്കുന്നത് കാണാനുള്ള കഴിവ് ഒരു മാതാവിന് നൽകിയോ. അതുകൊണ്ട് എന്റെ മകന്റെ സകല ദോഷങ്ങളിൽ ഞാനിതാ പുറത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹു കേൾക്കുന്ന പിന്നീട് അൽക്കമറന്നുകൊണ്ടാകും എന്ന് സഹാബത്ത് ചൊല്ലി മരിച്ച കഥ വളരെ സുവ്യക്തമാണ്. ഞാനീ പറഞ്ഞത് പ്രസവിച്ച പെണ്ണിന്റെ മനസ്സ് സമ്മതിക്കുമോ? എന്റെ മകന്റെ മയ്യത്ത് കൊണ്ടുവരണ്ട, എനിക്ക് അവന്റെ മകന്റെ മുഖം കാണണ്ട, അവന്റെ കബറിവിടെ വേണ്ടാന്ന് പറയാൻ കണ്ണൂരിലെ എടുക്കാതെ സഫിയാടെ കണ്ട് ഗതികടത്തോടെ വേദന കൊണ്ട് ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാണ്. അതറിയാൻ ഒരു സൈക്കോളജിസ്റ്റ് ആവണ്ട. അതുകൊണ്ട് ആ സിറ്റുവേഷനിലേക്ക് കണ്ണൂരിലെ മുഹമ്മദ് ഫയാസിനെ എത്തിച്ചത് ഈ രാജ്യത്ത് പ്രവർത്തിച്ച വിദഗ്ധ സംഘടനയുടെ പറക്കാതെ പറന്നുപോയ ഒരു ജാത സംഘടനയാണ് ചെറുപ്പക്കാരാ. പ്രധാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മത്തിൽ പറഞ്ഞുപോയി, വിദേഹത്തുകാരൻ മരിച്ചാൽ അവന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കരുത്, അവന് സലാം പറയരുത്. അത് പറഞ്ഞപ്പോ നാട്ടിൽ കലാപുണ്ടായി. എന്തായി പറയുന്നത് സുന്നിയത്? നാട്ടിലെ ആളുകളെ ചെയ്തിരിക്കേ. ഇപ്പോൾ കണ്ണൂരിലെ സഫിയ പറയുന്നത് എന്റെ മോനല്ല, അവന് മയ്യിത്തൂടെ കബറടക്കണ്ട, അവനെനിക്ക് കായണ്ട. അബ്ദുൽ ഖാദിർ ജീലാനി പോയയിടത്തേക്ക് എത്തണമെങ്കിൽ 1000 കൊല്ലം പിന്നിടണം. അതാണ് കുത്തുബുൽ അഖ്താബ് തങ്ങൾ പറഞ്ഞത്. കുത്തി ആദത്തുള്ള വസ്തുവിനെ പോലെ കനഞ്ഞോട് കൈഭാഗം എന്നോവരൂ. ഔലിയാക്കൾക്ക് ഹൃദയത്തിൽ കണ്ണുകൊടുത്തിട്ടുണ്ട്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂൻ. ഔലിയാവിന്റെ ഹൃദയത്തിൽ കണ്ണുവെച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാഹു. ആ കണ്ണുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തെ ലൈവ് സ്കാൻ ചെയ്ത് MRI സ്കാൻ ചെയ്തെടുത്തവരാണ് ഔലിയാക്കള്. അവരുടെ കണ്ണ് സ്കാനിന്റെ അവർ നൽകപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കള് നേരത്തെ കണ്ടു. വിജയത്തിൽ പ്രവർത്തിച്ച രാജ്യദ്രോഹമാകൂ, അവസാനം ഭീകരവാദമാകൂ, പിന്നീട് അത് തീവ്രവാദമാകൂ. അവന്റെ മയ്യത്ത് കബറടക്കാൻ പറ്റാതെയാകൂ, നാടിന് കലാപുണ്ടാകൂ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ, നിങ്ങൾ അവരോട് സഹകരിക്കണ്ട, അവർക്ക് മകളെ കെട്ടിച്ചു കൊടുക്കണ്ട, അവരോട് സലാം പറയണ്ട, അവരുടെ മയ്യത്ത് കബറടക്കണ്ട. മൊയ്തീസേഖാണോ ഭീകരവാദി? അതോ പിറക്കാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിറക്കാതെ പോയ ശിശുവായ സിമി എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ചവരാണ് ഇവന്മാരൊക്കെ. തടിയന്റെ അവിടെ നസീർ ആരാ? ഖാദിരിയ തരീഖത്തുകാരനാ? കുമ്മായൻ നാസർ, ഇമാം ഷാഫി, ഹനഫി, അംബലി, മാലിക്കി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പേരൊക്കെ പേരെ വിളിച്ചു പറയും. ഇസ്ലാമിന്റെ ആൾക്കാരായി വരും. ഇന്നലെ ദിവസം ഏഷ്യാനെറ്റിന് ഒരു ന്യൂസ് എന്താ, തടിയന്റെ അവിടെ നസീറും കുമ്മായൻ നാസറും തമ്മിലുള്ള ബന്ധമുണ്ട് പറയുന്നത്. തടിയന്റെ അവിടെ നസീറിനെ വയതിന് വിളിക്കാൻ കൊണ്ടുപോയ ആളാണ് കുമ്മായൻ നാസർ. എന്താ ഇസ്ലാമിന്റെ ആൾക്കാർ എന്നോട് ഈ കുമ്മായ കച്ചവടക്കാരനൊക്കെ ഇവിടെ മുദ്രത്തിലായത്? മൂന്നാം പേശയ്ക്ക് മരപ്പെട്ടി കൂട്ടി എന്ന് പറഞ്ഞ പോലെ ഇവർക്കാരാണ് ഇസ്ലാമിക പട്ടം നൽകിയത്? ഇവർ ഏത് അതോറിറ്റിയാണ് ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാരാക്കിയത്? അതുകൊണ്ട് ഇത് പറപ്പിച്ചെടുത്ത വിദഗ്ധക്കാർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം.
ഈ നാട്ടിലെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരൊറ്റ ഔലിയാനെ പറ്റി ഇവിടുത്തെ ഒരൊറ്റ ഹിന്ദു, ഒറ്റ ക്രിസ്ത്യാനിയും, ഒറ്റ നിരീശ്വരവാദിയും ഒരു ഔലിയ തീവ്രവാദിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഖാജാ മൊഹീനുദ്ദീൻ റളിയല്ലാഹു അൻഹു ഒറ്റ കറാമത്ത് കൊണ്ട് 10,000 ആളെ മുസ്ലിമാക്കിയില്ലേ? ആ ഖാജായുടെ ഖബർ പോയി ലാൽകൃഷ്ണ അദ്വൈത സിയാറത്ത് ചെയ്തില്ലേ? അടൽ ബിഹാരി വാജ്പേയി സിയാറത്ത് ചെയ്തില്ലേ? ആർക്കെങ്കിലും പരാതിയുണ്ടോ ഖാജാ മൊഹീനുദ്ദീൻ ടെററിസ്റ്റാണെന്ന്? കറാമത്ത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമികവൽക്കരിച്ച ആളുകളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ വ്യവസ്ഥ പറയുന്നു അവർ ഈ രാജ്യസ്നേഹികളാണ്. അതേസമയത്ത് വിജയത്തുകാരെ പറ്റി പറയുന്നു അവരാ കുഴപ്പം. ഇതന്നെ ഔലിയാക്കൾ പറഞ്ഞത്. ആ പുലിവാലിലേക്ക് പോകണ്ടാത് വർഷരാവത്തിൽ രാംജത്ത് മലാനി പറഞ്ഞല്ലോ. ഞങ്ങളാ പറഞ്ഞത് രാംജത്ത് മലാനി നമ്മുടെ മർക്കസിൽ വന്ന ഒരാളാണ്. ഇന്ത്യയുടെ മുൻ നിയമകാര്യ മന്ത്രിയാണ്. സുപ്രീം കോടതിയിലെ ഏറ്റവും എഫിഷ്യന്റായ വരുമാനോട് തുല്യതയുള്ള ഒരു ക്രിമിനൽ വക്കീലാണ് രാംജത്ത് മലാനി. ഒരൊറ്റ കേസിന് 2 ലക്ഷവും 4 ലക്ഷവും ഫീസ്, എസ് യുവർ ഓണർ എന്ന് പറഞ്ഞാൽ 4 ലക്ഷം ഫീസ് വഹിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രിമിനൽ ലോയറാണ് രാംജത്ത് മലാനി. സൗദി അറേബ്യയുടെ അംബാസഡർ പങ്കെടുത്തു ആ യോഗത്തിൽ. പ്രതിഭാ പട്ടേൽ ഇന്ത്യയുടെ രാഷ്ട്രപതി പങ്കെടുത്തു, പ്രധാനമന്ത്രി പങ്കെടുത്തു. ആ യോഗത്തിൽ രാംജത്ത് മലാനി വിളിച്ചു പറഞ്ഞു, ഈ ലോകത്ത് ഇസ്ലാമിന് തീവ്രവാദം ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തം വഹാബികൾക്കാണ്. മുഹമ്മദ് അലി സക്കാഫിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, രാംജത്ത് മലാനിയുടെ വാക്ക് ഞാനെന്നെടുത്ത് ഹിക്കായത്ത് ചെയ്തതാണ്. രാംജത്ത് മലാനിയുടെ പറഞ്ഞപ്പോ സൗദി അറേബ്യയുടെ അംബാസഡർ ഗസ്റ്റോസിൽ നിന്ന് ഗോബേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി ആ യോഗത്തിന്റെ. ആ ഉറങ്ങണാളെ വിളിച്ചാൽ പോലെ ഇതിന്റെ ഇടയിൽ കൂടെയാണ് ഓളത്തിന്റെ ഇടയിൽ അപുഷ കച്ചവടം നടത്തുന്നത്. ഇത്ര വോൾട്ടേജിൽ ഞാൻ വിളിക്കുമ്പോൾ ഉറങ്ങണേന് ഗിന്നസ് ബുക്കിൽ വരുമോ പോകും പോലെ, ഗിന്നസ് ബുക്കിലെ. കാരണം ഉറക്കുകുളിക കഴിച്ചാലും കൂടി ഈ സദസ്സിൽ ഉറങ്ങുന്ന എടുക്കാറില്ല. അമ്മാതിരി ഒറ്റ ഞാൻ എടുക്കണം. എന്നിട്ട് അതിന്റെ ഇടയിൽ തുറക്കാന്ന് പറഞ്ഞ രാംജത്ത് മലാനി എന്താ വിളിച്ചു പറഞ്ഞത്? കാന്തപുരം ഉസ്താദ് കൈക്കൂലി കൊടുത്ത് വഹിപ്പിച്ചതല്ല രാംജത്ത് മലാനിക്ക്. ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രതിഭാ പട്ടേൽ പങ്കെടുത്ത മീറ്റിംഗ്, സൗദി അറേബ്യയുടെ അംബാസഡർ പങ്കെടുത്ത മീറ്റിംഗ്, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പങ്കെടുത്ത മീറ്റിംഗ്, ഈ രാജ്യത്തെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ സോണിയാഗാന്ധി അടക്കമുള്ള പങ്കെടുത്ത മീറ്റിംഗ്. ആ മീറ്റിംഗിലാണ് രാംജത്ത് മലാനി പറഞ്ഞത്, ഇസ്ലാമിൽ തീവ്രവാദത്തിന്റെ വിത്തുപാകിയത് വഹാബികളാണ്, മുജാഹിദുകളാണ്. അടിവരയിടെയാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ. താരീഖുൽ മദീന ഖദീമൻ വഹദീസൻ എന്ന് പറഞ്ഞൊരു കിതാബ് സൗദി അറേബ്യയിൽ 50 റിയാൽ കൊടുത്താൽ കിട്ടും, ഇപ്പോഴും കിട്ടും. ആ കിതാബ് എന്നെടുത്ത് വായിച്ചു നോക്ക്. ഇവിടെ 1111 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ ആ മുജാഹിദ് പ്രസ്ഥാനം ലോകത്ത് ബീജാഭാവം നൽകിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, പഴയകാലത്തെ നജിബ്, ഇപ്പോഴത്തെ റിയാദ് പട്ടണമാണ് പഴയകാലത്തെ നജിബ്. ആ നജിബിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ച് ഈ നൂതനാശയം സൗദി അറേബ്യയിൽ പ്രചരിപ്പിച്ചപ്പോ അതിനെ എതിർത്തുപോലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ കൊള്ളുന്ന ഉഹദ്, ആ ഉഹദിലെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ പൗരാണിക കാലത്തൊരു വലിയ കുബ്ബയുണ്ടായിരുന്നു. ആ കുബ്ബയുടെ ചിത്രം ഈ കിതാബിലുണ്ട്, ഞാൻ പറഞ്ഞ കിതാബിലുണ്ട്. ആ കുബ്ബ അടിച്ചു പൊളിച്ച് നിരപ്പാക്കിയത് മുജാഹിദിന്റെ ഭരണം സൗദി അറേബ്യയിൽ വന്നപ്പോഴാണ്. ജന്നത്തുൽ ബഖീഇൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഖബർ നമ്മുടെ നാട്ടിൽ ചീനാടത്ത് മക്ബറ കെട്ടിപ്പൊക്കിയോ പോലെ കെട്ടിപ്പൊക്കുന്നത്. ആ ഖബറിന്റെ മുകളിൽ മനോഹരമായ കുബ്ബയുണ്ടായിരുന്നു. അത് തട്ടിപ്പൊളിച്ച് കളഞ്ഞത് ഈ ഭീകരവാദ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അതിന്റെ ബാക്കി വസ്ത്രങ്ങളാണ് ഇവിടെ ഇപ്പൊ നാട്ടിൽ കടന്നു വിളിച്ചു പോകുന്നത്. ഞങ്ങൾ മമ്പറത്തെ കാലം വിളിച്ചു കളയൂ, ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഖബറും വിളിച്ചു കളയുമെന്ന് അവരുടെ തീവ്രവാദ ഭീകരവാദ ആശയം അറിയാതെയും അറിഞ്ഞുമൊക്കെ ചിലപ്പോ പ്രചരിപ്പിച്ച് കളയുന്നു മുസ്ലിങ്ങളെ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, വിദ്യാസമ്പന്നരായ യുവാക്കളെ, നിങ്ങൾ ഭൗതികതയുടെ പേര് പറഞ്ഞ്, പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ്, അന്ധവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിലേക്ക് പോയാൽ നിങ്ങൾ നാളെ നിങ്ങളുടെ വാപ്പാക്ക് കാണാൻ പറ്റാത്ത, നാട്ടിൽ കബറടക്കാൻ പറ്റാത്ത, നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരാൻ പറ്റാത്ത മകനെ സൃഷ്ടിക്കുന്ന അവസ്ഥ വന്നുപോകും.
മക്കളെ സൃഷ്ടിക്കുന്ന അവസ്ഥ വന്നു പോകും. അതുകൊണ്ട് ആ പുരോഗതി വേണ്ട. അത് ഔലിയാക്കൾ കാണിച്ചു തന്ന പുരോഗതിയാണ് ഒറിജിനൽ പുരോഗതി. അമ്പിയാക്കൾ കാണിച്ചു തന്ന പുരോഗതിയാണ് ഒറിജിനൽ പുരോഗതി. ഇത് നോക്ക്, അമ്പിയാക്കളും ഔലിയാക്കളും കൊണ്ടുവന്നാത്ത പുരോഗതി ഇവിടെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദല്ല, അതിന്റെ അപ്പുറത്തെ ഇസ്ലാമി ഓർന്നിട്ടുണ്ടോ? ഓ, ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയപ്പോ പറഞ്ഞു കണ്ടോ വിദ്യാഭ്യാസമൊക്കെ ഞങ്ങളാ കുട്ടയെ. എല്ലാം അമ്പിയ മുസ്ലിങ്ങളോടല്ലേ അള്ളാഹു ഇംപ്ലിമെന്റ് ചെയ്തത്. ലോകത്തെ ആദ്യത്തെ ഡോക്ടർ ആരാ മോനെ? ആദ്യത്തെ ഡോക്ടർ ആരാ? സുന്നിയാണ്, മുസ്ലിമാണ്. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ ആരാ? സുന്നിയാൻ, മുസ്ലിമാൻ, പ്രവാചകനാ. അതുപോലെ ലോകത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവാരാ? സുന്നിയാണ്, മുസ്ലിമാണ്, പ്രവാചകനാ. ഇതൊക്കെ പറഞ്ഞേരാ. ലോകത്തെ ആദ്യത്തെ ബിടെക് എംടെക് പാസ്സായ എഞ്ചിനീയർ ആരാ? ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് നമ്മൾ എഞ്ചിനീയർമാരാവണം, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങണം എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളും ഒരു സൂറത്തിനുള്ള പേര് വെച്ചു, സൂറത്ത് നൂഹ്. കണ്ട, എന്റെ 25 നബിമാരുടെ പേര് മാത്രമേ അള്ളാഹ്ക്ക് അറിയുള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഖുർആനിൽ എത്ര നബിമാരുടെ പേരാ പറഞ്ഞു? 25. ലോകത്ത് എത്ര നബിമാര് വന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പ്രകാരം 2,24,000 നബിമാര് വന്നിട്ടുണ്ട്. ആ നബിമാരാരൊക്കെയാണെന്ന് ഒരു റിസർച്ചിലേക്ക് പോയാൽ ചിലപ്പോൾ ശ്രീകൃഷ്ണനും നബിയായിരിക്കാം, ശ്രീരാമനും നബിയായിരിക്കാം. കാരണം പലരും പല വീക്ഷണത്തിലൂടെ ചെന്ന് പേരുമാറ്റി പറഞ്ഞതാ. ഇബ്രാഹിം, മുസ്ലിങ്ങൾ പറയുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം, ബൈബിളിൽ പറയുന്നു അബ്രഹാം, രണ്ടും ഒരാളാ. മുസ്ലിങ്ങൾ പറയുന്നു ദാവൂദ്, ബൈബിളിൽ പറയുന്നു ദാവീദ്, രണ്ടും ഒരാളാ. മുസ്ലിങ്ങൾ പറയുന്നു യൂസുഫ്, ക്രിസ്ത്യാനികൾ പറയുന്നു ജോസഫ്, രണ്ടും ഒരാളാ. മുസ്ലിങ്ങൾ പറയുന്നു ഇലിയാസ്, ബൈബിളിൽ പറയുന്നു ഏലിയാസ്, രണ്ടും ഒരാളാ. അല്ല, പിന്നെ ചില വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിങ്ങൾ പറയുന്നു റൂഹുല്ലാഹി ഈസ, ക്രിസ്ത്യാനികൾ പറയുന്നു യേശുക്രിസ്തു, രണ്ടും ഒന്നെ. പക്ഷെ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. എവിടെ? ക്രിസ്ത്യൻ സഹോദരന്മാർ പറഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ച് തറച്ചു. മുസ്ലിങ്ങൾ പറഞ്ഞു നോ, ഒമാ ഖതലു ഒമാ സലബു വലാകിൻ ശുദ്ദിഹ ലഹും. ഈസാ നബിയെ കൊന്നിട്ടില്ല, കുറിച്ചിൽ തറച്ചിട്ടില്ല. പിന്നെ അവിടെ സംഭവിച്ചു പോയതുണ്ട്, ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. വലാകിൻ ശുദ്ദിഹ ലഹും, ഈസാ നബിയെ പോലത്തെ ഒരാൾ അവിടെ അവതരിപ്പിച്ചു. മുസ്ലിങ്ങളുടെ വിശ്വാസം മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്നാൽ 100% ശരി തന്നെയാ. എങ്ങനെ? കുരിശിൽ കിടക്കുന്ന പ്രവാചകൻ, കുരിശിൽ കിടക്കുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞതെന്താ? ഭരണഭാഷ ബൈബിൾ നോക്കിയാക്കാനാ. കുരിശിൽ കിടക്കുന്ന ആള് വിളിച്ചു പറഞ്ഞത് യലോഹി 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 ലമ്മാ ശബ്ബത്താനി. സുറിയാനി ഭാഷയാണത്. യേശുക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷ സുറിയാനി ഭാഷയാണ്. ഒറിജിനൽ ബൈബിളിന്റെ ഭാഷ സുറിയാനിയാണ്. അതുകൊണ്ട് ആ കുരിശിൽ കിടക്കുന്ന ആള് വിളിച്ചു പറഞ്ഞു യലോഹി യലോഹി യലോഹി, ദൈവമേ, കർത്താവേ, പഠിച്ചവനെ, അല്ലാ, ലമ്മാ ശബ്ദത്താനി, നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ. ഒരു പ്രവാചകൻ അങ്ങനെ പറയൂല, പറയാൻ പാടുള്ളതല്ല. യൂനുസിനെ പിടിച്ച് മനുഷ്യൻ വിഴുങ്ങിയപ്പോ മനുഷ്യത്തിന്റെ വയസ്സിൽ കിടക്കുന്ന യൂനുസ് നബി എന്താണ് വരുന്നത്? ഖുർആൻ പറഞ്ഞത് കണ്ടോ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ-ളാലിമീൻ. മനുഷ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി പറയുന്നത്, പടച്ചോനെ, നീ എന്നെ കൈവിട്ടല്ലോ എന്ന് പ്രതീക്ഷ പറഞ്ഞ വർത്തമാനമല്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ-ളാലിമീൻ. ആരാധനക്ക് അർഹതയുള്ളവൻ നീയല്ലാതെ റബ്ബില്ല. സുബ്ഹാനക, ഇന്ന് ഞാൻ പരിശുദ്ധനയെ വാഴ്ത്തുന്നു. ഇന്നി കുൻതു മിനൽ-ളാലിമീൻ, ഞാൻ അനുസരണക്കേട് പ്രവർത്തിച്ചവനായി. ഇന്നി കുൻതു മിനൽ-ളാലിമീൻ, ഞാൻ അനുസരണക്കേട് പ്രവർത്തിച്ചവനായി. മറികടന്ന ആളായിപ്പോയി. ഇത് പറഞ്ഞപ്പോഴേക്കും മനുഷ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസിനെ പുറന്തള്ളിക്കളഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ട് നിഅമല്ലബദു ഇന്നഹു അവ്വാബ്. വലിയ പരീക്ഷണങ്ങൾ നേരിട്ടാൽ
അവസാന ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തിയപ്പോൾ അതാ ഇബ്ലീസ് ശൈത്താൻ ഒരു പ്രവാചകന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അയ്യൂബിന് നിന്റെ ഈമാൻ ബാത്തിലാക്കാൻ പറഞ്ഞു. അയ്യൂബ്, ഇനി നിന്റെ രോഗം മാറില്ല, നിന്റെ ഭാര്യയ്ക്ക് നിന്ന് വെറുത്തല്ല, കുടുംബങ്ങള് കൈവിട്ടല്ല, അതുകൊണ്ട് നീ പടച്ചവനോട് രോഗം തന്ന റബ്ബിനോട് ഇത് ശിഫയാക്കാൻ പറഞ്ഞു. പക്ഷേ രോഗം തന്ന റബ്ബ് അത് ക്ഷമിപ്പിക്കാനും കഴിവുള്ളവനാണെന്ന വിശ്വാസം രൂപമൂലമായ ഈമാന് അടിയുറച്ച അയ്യൂബിനത് ഒരു വാചകം പോലും നിന്റെ രോഗം മാറ്റണം എന്നാണ് പറഞ്ഞില്ല. അവസാനത്തെ സമയമെത്തിയപ്പോൾ അയ്യൂബിനത് പറഞ്ഞുപോയി, പടച്ചവനേ എന്ന ഒരു വിഷമം തൊട്ടുപോയിട്ടുണ്ട് തമ്പുരാന്. വാഴ്ത്ത അർഹമറാഹിമീൻ, നീ റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും റാഹിമാണ് എന്നൊരൊറ്റ വാക്കെന്ന് പറഞ്ഞപ്പോൾ അയ്യൂബിന്റെ ശരീരം പൂർവ്വ ദിശയിലേക്ക് മടങ്ങി. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ കിടക്കുന്ന ഒറ്റ സമയം പോലും പറഞ്ഞിട്ടില്ല, പടച്ചവനെ നീ എന്നെ കൈവിട്ടുള്ളതെന്ന്. അമ്പിയാക്കൾക്ക് അങ്ങനെ പറയാൻ പാടില്ല. കാരണം വലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സാധാരണക്കാർക്ക് പോലും അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾക്ക് നിരാശപ്പെടാൻ പാടില്ല. അല്ല സഹായിക്കും, അല്ല സഹായിക്കും, അല്ല സഹായിക്കും, അല്ല സഹായിക്കും, അതേ വരാൻ പാടുള്ളൂ. ഞാൻ ചുരുക്കി പറഞ്ഞത് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം മുസ്ലിങ്ങൾ വിശ്വസിച്ചു വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു, ഈസാ നബിയെ കൊന്നിട്ടില്ല, കുരിശിൽ തറച്ചിട്ടില്ല. പിന്നെ അവിടെ ഉണ്ടായതൊരു കൺഫ്യൂഷനിസമാണ്. അതാണ് ബൈബിൾ പറഞ്ഞത്, എലോഹി എലോഹി ലമ്മാ ശബ്ബത്താനി, ദൈവമേ അല്ലാഹുവേ നീ എന്നെ കൈവിട്ടല്ലോ കൈവിട്ടല്ലോ എന്ന് ബർന്നബാസ് ബൈബിൾ രേഖപ്പെടുത്തി. ആ കുരിശിൽ കിടന്ന ആള് വിലപിച്ചിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിനെ കുരിശിൽ തറച്ചിട്ടില്ല, അല്ലാഹു ഉയർത്തിക്കളഞ്ഞു. ഞാൻ പറയുന്നത് 25 നബിമാരുടെ പേരല്ലേ മോനെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞുള്ളൂ. എന്റെ 2,24,000 അല്ലെങ്കിൽ 1,24,000 നബിമാർ ലോകത്ത് വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ പേരെന്തേ പറയാൻ? അവരോടൊക്കെ വല്ല വ്യക്തിവൈരാഗ്യമുള്ളത് കൊണ്ടാ? അല്ല. എന്തുകൊണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ 25 ആളിലൂടെയാണ് അല്ലാഹു തആല ലോകത്തിന്റെ സകല പുരോഗതിയും ഇംപ്ലിമെന്റ് ചെയ്തത്. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. ആദ്യമായി ലോകത്തുണ്ടാക്കിയത് വിമാനമല്ല, കാറല്ല, സൈക്കിളല്ല, മോട്ടോറിക്ഷയല്ല, കാണവണ്ടിയല്ല, കപ്പല. ആദ്യമായി കപ്പലുണ്ടാക്കുന്നത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. എംടെക് ബിടെക് പാസ്സായ ആളാ ആ വിഷയത്തിൽ കേട്ടോ. അപ്പൊ നമ്മളൊക്കെ എഞ്ചിനീയർ ആവണം. എഞ്ചിനീയറിംഗിന്റെ വിദ്യ അമ്പിയാക്കല്ല വിദ്യയാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്തത് നൂഹ് നബിയാണ്. അതിന്റെ പ്രാധാന്യം അറിയിക്കാനാണ് 114 സൂറത്തിൽ ഒരു സൂറത്തിന് അല്ലാഹു പേര് വെച്ചു സൂറത്ത് നൂഹ്. അല്ല നമ്മളിപ്പോ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരി എത്തിയ അബൂബക്കർ മുസ്ലിയാർ ശൈഖുന ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ദീനിന്റെ ഖിദ്മത്തിനായി മഹാനവർക്കും പെരുമാറാവട്ടെ. ഈ പള്ളിയുടെ പ്രസിഡന്റ് കാന്തപുരി ഉസ്താദ് ഇപ്പൊ ഈ പള്ളിയുടെ പ്രസിഡന്റാന്ന് പറയുന്നതില് അള്ളാടെ പള്ളിയാണ് കേട്ടോ, മോശമാക്കി പറയല്ല. അങ്ങനെ 1000കണക്കിന് പള്ളിയുടെ പ്രസിഡന്റാണ്. പക്ഷെ ഞാൻ അതിനെടുത്തോളം ഈ പള്ളിക്ക് മഹാനവർഗങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു പള്ളിയാണ്. ഭയങ്കരമായ അഭേദ്യമായ ബന്ധമുള്ള പള്ളിയാണ്. ഞാനിവിടെ വാങ്ങിന് ഡേറ്റ് കൊടുത്തത് എന്നോട് പറഞ്ഞത് 10-ാം തീയതി വരണമെന്നാണ് ഈ ബുഖാരി സാഹിബും ഒരാളും കൂടി പറഞ്ഞത്. ഞാനത് ഏറ്റെടുത്തു. അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് കോടതിയിൽ ഇരിക്കുകയാണ്. മൊബൈൽ ഓണാക്കരുതെന്ന് ഞങ്ങൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോടതിയിൽ എന്നവരോട്. ഞാൻ മൊബൈൽ സൈലന്റിൽ കിടക്കുക. കാരണം ആരെങ്കിലും ആ സമയത്ത് വിളിച്ചാൽ മിസ് കോൾ പിന്നീട് തിരിച്ചു വിളിച്ചാലോ. അങ്ങനെ ജഡ്ജിമെന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കേസിൽ കേരളത്തിലെ OBC ലിസ്റ്റില് തണ്ടാന്മാർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ ചേർക്കണോ ചേർക്കണ്ടേ ഉഗ്രമായ ഹൈക്കോടതിയിൽ നിന്ന് 3 വക്കീലന്മാർ വന്ന് വാദം നടക്കുക. ഞങ്ങൾ 3 ജഡ്ജിമാരും ചേംബറിൽ നിന്നുകൊണ്ട് കേസ് കേൾക്കുക. ആ സമയത്താണ് കാന്തപുരം ഉസ്താദിന്റെ ഫോൺ ഇങ്ങനെ അതിലേനെ കാണുന്നത്. ഫോൺ എടുക്കാൻ പാടില്ല എന്ന് സിവിൽ കോടതിയാ. ഫോൺ എടുക്കാൻ പാടില്ല. എടുത്താൽ ജഡ്ജി തന്നെ നിന്ന് പാത്തിയാൽ പിന്നെ വരുന്ന ആൾക്കാർ നടന്നും നിന്നും പാത്തിലൊടുക്കല്ലോ. അതുകൊണ്ട്
നമ്മൾ നിയമം പാലിക്കേണ്ടവരാണ്, നിയമം വൈലേറ്റ് ചെയ്യേണ്ടവരല്ല, ലംഘിക്കേണ്ടവരല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എക്സ്ക്യൂസ് മീ സാർ, ഐ ആം റിയലി വെരി സോറി, പ്ലീസ് സൈലന്റ്. എന്റെ ഗുരുനാഥൻ എന്നെ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് ചേംബർ വിട്ടിറങ്ങ. 5 മിനിറ്റ് കോടതി സ്റ്റോപ്പാക്കി. ഞാൻ പുറത്തിറങ്ങി ഉസ്താദിന്റെ ഫോണാ നോക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദിന് എന്തോ പറയേണ്ടോ. ഞാൻ വിചാരിച്ചു വേറെ വല്ല കാര്യം തിരുവനന്തപുരത്തിലെ മന്ത്രിമാരോടോ വല്ല ഫയൽ അങ്ങോട്ട് കൊടുക്കാനല്ലേ മർക്കസിന്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. അതായിരിക്കും വിളിച്ചു. പക്ഷെ വിളിച്ചു പറയുന്നത് ഒരു വയലേറ്റ് ഉണ്ടാവുമല്ലോ 10-ാം തീയതി ഉണ്ട്, അത് 15-ാം തീയതിയാക്കി മാറ്റിയിട്ടുണ്ട് എന്റെ സൗകര്യാത്ത. ഇതിനിപ്പോ ഉസ്താദ് വിളിക്കണം. അല്ല, ഇനിയിപ്പോ ഇത് പറഞ്ഞിട്ട് വരാതിരിക്കാൻ പാടില്ല, ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് എന്നാ. ഞാൻ പറഞ്ഞു, ആ ആളിട്ട് മറ്റാൾക്ക് റൂം കൊടുപ്പിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിനെ കൊണ്ടൊക്കെ നമുക്കൊരു വയലിന് റെക്കമെന്റ് പറയിപ്പിക്കുക, അത് മോശട്ടോ, മേലാണ് ഈ പരിപാടി ചെയ്യരുത്. ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചാൽ തന്നെ എല്ലാവരും വരും. പിന്നെ ഉസ്താദ് നേരിട്ട് വിളിക്കണോ? അപ്പൊ എനിക്ക് ഇപ്പൊ ഈ വന്നതും ഉസ്താദിന്റെ വിളിയും കൂടി കേട്ടപ്പോ അഭേദ്യമായ ബന്ധം മഹാനവർകൾക്ക് ഇവിടെ ഉണ്ട്. അതിന്റെ തെളിവാണ് അവിടുത്തെ 10,000-കണക്കിന് ശിഷ്യന്മാരും ഒരു എളിയ ശിഷ്യനായ എന്നെ നേരിട്ട് വിളിച്ചിട്ട് അതിനു വേണ്ടി ശ്രമിക്കാൻ ഉസ്താദിനെ പ്രേരിപ്പിച്ചത്. ശിഷ്യന്റെ കറാമത്തല്ല, ഈ പള്ളിയും ഇവിടെ കിടക്കുന്ന ആളോടുമുള്ള മഹത്തായിരിക്കുന്ന അഭേദ്യമായിരിക്കുന്ന ബന്ധമാണ്. അല്ലേ? ശേഖുനാവറുകൾ നേരിട്ട് വന്നിരുന്നു 3 മണിക്ക് വരുന്നതായിരുന്നു. ഞാൻ ആലോചിച്ചു പോയി, പഠിച്ചോനെ, ഞാൻ 2 ദിവസം മുമ്പ് പ്രസംഗിച്ച കാസർഗോഡ് ജില്ലയിലെ മരുതടക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പൊയിനാച്ചിയിൽ നിന്ന് 22 കിലോമീറ്റർ കാട്ടിലേക്ക് കയറണം. ഷെയ്ഖുന എഫ് ഉസ്താദിൽ നിന്ന് സുല്യത്തൊരു സ്വീകരണം കർണാടകയിൽ. ആ സുല്യത്തെ സ്വീകരണം കഴിഞ്ഞ് മരുതടക്കത്തെ ഉറൂസിന്റെ സമാപനം ഇന്ന് പ്രസംഗിക്കുക അദ്ദേഹം അവിടെ. ഇവിടുന്ന് 3 മണിക്കാണ് പോയത്. ഏത് BMW ആയാലും മെർസിഡീസ് ആയാലും റോൾസ് റോയ്സ് ആണ് 7 മണിക്കൂർ 7.5 മണിക്കൂറില്ലാതെ തുള്ളിയെത്തത്തില്ല. അവ 10 മണിക്ക് അവിടെ എത്താൻ പോണത്. അവരെ പ്രസംഗിച്ചു മരുതരത്തേക്ക് എന്തെങ്കിലും 1.5-2 മണിക്കൂറോളം. വയസ്സെത്രയായി? 4 വയസ്സ് പറയുമ്പോഴേക്കും നമ്മൾ ചെന്ന് കഴിച്ചാൽ പിന്നെ ചിലപ്പോൾ ബോധമില്ലാത്തൊരു ഉറക്ക. വയസ്സ് 43 എനിക്കൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴോ ഔസ്താദിന്റെ അല്ലാഹു ദീർഘായ സ്വാഫിയത്ത് ആരോഗ്യവും സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി സാധുക്കളായ നമുക്ക് എല്ലാവർക്കും ഒന്നും വിജയിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു 25 നബിമാരുടെ പേര് പറഞ്ഞത് വലിയ അർത്ഥാണ് അതില്. ലോകത്തിലെ ആദ്യത്തെ ഡോക്ടർ ആരാ? നമ്മൾ ചോദിച്ചാൽ പറയും മറ്റാൾ മറിച്ചാളാ, ഷാങ് അമേരിക്ക, ചൈന, ജപ്പാൻ, കൊറിയ, മറ്റോ മറിച്ചോ എന്നൊക്കെ പറയും. പക്ഷേ വൈദ്യശാസ്ത്രത്തിന് പോലും ഉത്തരം കിട്ടാത്തത് ഖുർആൻ പറഞ്ഞു. ലോകത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് സുന്നികളാ, മുസ്ലിങ്ങളാ. ലോകത്തെ ആദ്യത്തെ ഡോക്ടർ പക്ക സുന്നിയ, കറാമത്ത് കാണിച്ച സുന്നിയ, ഔലിയാക്കളിൽപ്പെട്ട ആളാ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം. നബിയാണെന്ന വിഷയത്തിൽ തർക്കം, വലിയാണെന്ന വിഷയത്തിൽ നോ തർക്കം. ഔലിയാക്കളിൽ വലിയ സ്ഥാനത്തുള്ള ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ പേര് ഖുർആനിലുള്ള പറഞ്ഞു എന്നതിന്റെ പുറമെ സൂറത്തുൽ ലുഖ്മാൻ പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന് ലുഖ്മാന്റെ പേരിട്ടു. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവാണ് ലുഖ്മാൻ. വയറോപ്പറേഷൻ ലോകത്ത് ആദ്യമായി നടത്തിയത് സയ്യിദുന ലുഖ്മാൻ തന്നെ. അനസ്തേഷ്യ കൊടുക്കാതെ, സ്റ്റിച്ചിടാതെ ഒരു വയറിങ് നടത്താതെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ സപ്പോർട്ടില്ലാതെ ആദ്യമായി കൊണ്ട് വയറ് സർജറി നടത്തുന്നത് ലുഖ്മാനുൽ ഹക്കീം തന്നെ. അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് പറ്റുന്നതാണ്. നമ്മൾ അന്ധവിശ്വാസികളല്ല. ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ അന്ധവിശ്വാസികളാ വലിയാക്കന്മാര്, കാരണം ആശുപത്രി കൊണ്ടാ സംഭവിക്കില്ല, എല്ലാം അന്ധവിശ്വാസമാണ്. അടുത്ത ദിവസം ഞാനിങ്ങനെ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ഒരാള് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ കൊച്ചിന് തീരെ സുഖമല്ല, ലൂസ് മോഷനാ. ഡോക്ടർ ട്രിപ്പ് കൊടുക്കുന്നുണ്ട്, ആന്റിബയോട്ടിക്കും കൊടുക്കുന്നുണ്ട്, പാരസെറ്റമോളും സിറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ സാധനം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇയാൾ ഞാട്ട് എന്താ ചെയ്യുക? ഞാൻ എന്ത് ചെയ്യണം? 4 കുട്ടികളുടെ ഡോക്ടർ പീഡിയാട്രീഷ്യൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരാളെ മാറ്റി കാണിക്കാൻ? അല്ല, ഞങ്ങൾ വന്നത് ഉസ്താദിനോട് കാര്യം പറയാനാ. എന്ത്? ഒരു ചരട് മന്ത്രി ചേരണം പറഞ്ഞു. ഞാനവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. 12 ഡയറക്ടർമാരിൽ ഒരാൾ അവിടെ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടറേക്ക് ഉണ്ട്, ഒരു ക്രിസ്ത്യാനിയുണ്ട്, ഒരു മുസ്ലിമുണ്ട്, ഒരു അബുഗാരിയുണ്ട്, ഒരു മറ്റുള്ള പല ആൾക്കാരും ഉണ്ട്. എന്നിടയിൽ നമ്മളൊരു മൊഴിയേരും ഉണ്ട്. എന്നോട് വന്നിട്ട് പറഞ്ഞ ഒരാൾ ഒരു ചരട് മന്ത്രി ചേർന്നു ഉസ്താദ്.
അപ്പൊ എന്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ചാർട്ടേഡെ കൊണ്ട് സിയക്കാരനാണ്. അയാൾ പറഞ്ഞു, മന്ത്രിച്ചു കൊടുക്കുന്നത് അങ്ങനെയെങ്കിലും മാറിയാലും നമുക്ക് ബില്ല് ഇവിടെ കിട്ടുമല്ലോ. അവരുടെ സാധാ ബില്ല് ഉസ്താദ് മന്ത്രിച്ചാലും ബില്ല് കൗണ്ടറിൽ കിട്ടുമല്ലോ. ശരി, കാശുകൾ മേടിച്ചോ, ചരട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ മന്ത്രിച്ചു കൊടുത്തു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. اللهم اشف أنت الشافي وننزل من القرآن ما هو شفاء ورحمة للمؤمنين. ഇഖ്ലാസ് ഫാത്തിഹ മോദത്തെ ഇതിൽ വലിയ മന്ത്രം പാടില്ല. ഒരു ശ്രീ കൊണ്ടേ കടിച്ചോ കെട്ടു. മരുന്നും കൊടുത്തോളൂ. മരുന്ന് കൊടുക്കേണ്ടാണ് ഏത് ഖുർആനിലുള്ളത്? റുക്മാനിലൊക്കെ മന്ത്രിക്ക് സർജറി നടത്തി മരുന്നും കൊടുത്ത് മന്ത്രിക്കുന്നത് രണ്ടും അള്ളെന്നെ പഠിപ്പിച്ചത് മോനെ. മന്ത്രിക്കാനും പറഞ്ഞതല്ല, മെഡിക്കൽ ബിരുദം തമ്മിലല്ല, ഡോക്ടർക്ക് നോളജ് കൊടുത്തതല്ല. അതുകൊണ്ട് ഒന്ന് മറ്റൊന്നിനല്ല, ഒന്ന് മറ്റൊന്നിന് വൈരുദ്ധ്യമല്ല. രണ്ടും ഇസ്ലാമികമാണ്. രണ്ട് ഇൽമും ഇസ്ലാമിന്റെ ഇൽമാണ്. അതുകൊണ്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് വക്കീൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഫഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖ വനൂറുല്ലാഹി ലാ യുതാനി ആസി ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി വഅസാനി ബിതർകിൽ മആസി ഫഖാല العلم نور الله حقه ونور الله لا يغتال آسي. അപ്പോൾ ലോകത്തെ ആദ്യത്തെ ഡോക്ടർ ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ മഹാന്റെ പേര്. ഇനി നിങ്ങൾ ഇപ്പോ കോഴിക്കോടായിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. G3 മൊബൈൽ വന്നിട്ടുണ്ട്. തൃശ്ശൂരിലൊക്കെ കൊടുക്കൽ തുടങ്ങി. ആളെ നേരിട്ട് കണ്ട് സംസാരിക്കാം. ഹലോ നീ വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ നേട്ടി വിളിക്കൊന്നും വേണ്ട. ഹലോ, എവിടെ പിടിക്കല്? ചായ പിടിക്കല്ലേ? കടി എന്താന്ന് ചോദിക്കണ്ട, നേരിട്ട് കാലയാ. നെറ്റിലല്ല, നേരിട്ട് നേരെ സംസാരിക്കുന്ന G3 മൊബൈൽ 35,000 രൂപ കൊടുത്താൽ ഇപ്പൊ തൃശ്ശൂർ ടൗണിൽ പോയാൽ നേരിട്ടത് എവിടെ ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് പർച്ചേസിങ്ങൾ പോലെ ഭാര്യനെ കാണാനല്ല, അലവലാതിയായി ഓടൊന്നും വേണ്ട. അമർത്തി എവിടെ 2ാം ഫ്ലോറിലോ ഞാൻ 1ാം ഫ്ലോറിൽ പോലെ ക്ലിയർ. അതാ ഇത് ഒരു വലിയൊരു മലയറിനെ പ്രസവിച്ച പോലുള്ള ഒരു വലിയ സംഭവമായിട്ടാണ് ഇപ്പൊ ലോകം കണ്ടുവരുന്നത്. പക്ഷേ ഇത് കാലഹരണപ്പെട്ടുപോയ ശാസ്ത്രമാണ്. ഇത് ലോകത്താദ്യം ഇറക്കുന്ന ഒരു ദൈവമാണ്, പരിശുദ്ധ ഇസ്ലാമാണ്. ഇത് ലോകത്താകം അഡ്വാൻസായി പറഞ്ഞു വെച്ചത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലാഹു തആല അധികാരപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിനെയാണ്. സുലൈമാൻ നബി ആരാ? സുലൈമാൻ നബി നമ്മളും തമ്മിൽ വലിയ ബന്ധുവാണ്. സുലൈമാൻ നബിയുടെ കൊട്ടാരം നിർമ്മിക്കാൻ കൊണ്ടുപോയ തേക്ക് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി തേക്കും കാട്ടുന്നാണെന്ന് ഭാരതപ്പഴമ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഡോക്ടർ അയ്യപ്പൻ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ കാണാം. സുലൈമാൻ നബി 4500 കൊല്ലം മുമ്പേ ആചരിക്കുന്നത്. സോളമൻ എന്നാണ് ബൈബിളിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പറ്റി രേഖപ്പെടുത്തിയത്. ആ സുലൈമാൻ നബിക്ക് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്തിൽ ഒരു മുഅ്ജിസത്ത് കാറ്റിനെ അല്ലാഹു വെളിപ്പെടുത്തി കൊടുത്തു. എയർ സുലൈമാൻ നബിക്കുള്ള മെസ്സഞ്ചറായിരുന്നു. ഇതൊക്കെ ലോകത്ത് ഒരു 4000 കൊല്ലം മുമ്പ് കാറ്റിനോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ പറയും വട്ട് തുടങ്ങി തോന്നിട്ടോ. കാറ്റിനോട് സംസാരിക്കേ അല്ലേ? നമ്മൾ 40 ഹദീസ് എന്ന് പറഞ്ഞ കിതാബ് നമ്മുടെ പണ്ഡിതത്തിൽ ഓതുന്ന 10 കിതാബിലുള്ള ഒരു കിതാബ് 40 ഹദീസ്, 40 ഹദീസ്. അതിന് ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞ കൂട്ടത്തില് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം ഒരുപാട് അടയാളം. അൽ തലിദല്ലമത്തു റബ്ബതഹ, അടിമസ്ത്രീ അവൾക്കുള്ള നേതാവിനെ പ്രസവിക്കലാണ്. അതിനൊക്കെ ഡെഫിനിഷനിലേക്ക് ഇപ്പൊ ഞാൻ പോടില്ല, സമയം കുറവുണ്ട്. വിശദീകരണം നൽകപ്പെടേണ്ട ഹദീസാണ്. അടിമസ്ത്രീ അവൾക്കുള്ള നേതാവിനെ പ്രസവിച്ചാക്കാൻ വലിയ അർത്ഥം. അക്കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞു, ലോകാവസാനത്തിന്റെ ലക്ഷണം ഇരുമ്പും ചെമ്പും ലോകവസ്തുക്കളും നിങ്ങളോട് സംസാരിക്കുന്ന കാലം വരുമെന്ന കാല റസൂലുള്ളാഹി. അവനെ ആരെങ്കിലും ഉറങ്ങാനുണ്ടെങ്കിൽ വിളിച്ച്. ഇരുമ്പും ചെമ്പും മാത്രമല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന നോക്കിയാടെ മൊബൈലിന്റെ ഉള്ളിലൊക്കെ 10 രൂപയുടെ പ്ലാസ്റ്റിക്കാ. പൊളിച്ചാൽ ചൈനയുടെ മൊബൈൽ പിന്നെ നേരെക്കാൻ പറ്റില്ല, തലയിട്ട് അങ്ങോട്ട് വലിച്ചെറിയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒക്കെ പ്ലാസ്റ്റിക്കാ. അതിന്റെ അകത്തുനിന്നല്ലേ ഇങ്ങോട്ട് പാട്ട് കേൾക്കുന്നത്, അതിന്റെ അകത്തുനിന്നല്ലേ ഇങ്ങോട്ട് മെസ്സേജ് പറയുന്നത്, അതിന്റെ അകത്തുനിന്നല്ലേ ഇങ്ങോട്ട് ഇൻഫർമേഷൻ തരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കാലത്ത് നിങ്ങളോട് ഇരുമ്പും ചെമ്പും ലോഹങ്ങളൊക്കെ
നിങ്ങളോട് സംസാരിക്കുന്ന കാലം വരുമെന്ന് കാല റസൂലുള്ളാഹി. അതിപ്പോ വന്നു. നമ്മൾ കണ്ടു. സുലൈമാൻ നബിക്ക് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്തൊന്ന് കാറ്റിനെ വെളിപ്പെടുത്തി കൊടുത്തു. കാറ്റ് സുലൈമാൻ നബി പറയാണ്, കാറ്റേ നീ എന്നെ ഇപ്പൊ ഒന്ന് ബിൽഖീസിന്റെ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞാൽ അവിടെ കൊണ്ടേയിറക്കി. സുലൈമാൻ നബി പോണ പോക്കെ ആലോചിക്കാൻ വയ്യ. ഇപ്പൊ ആ കാലം വന്നു പോലെ കാറ്റിലൂടെ സഞ്ചരിക്കാനുള്ള കാലം വന്നു. കാലൊക്കെ വല്ലാതെ പുരോഗമിച്ചു. ഞാൻ മർക്കസ് കോംപ്ലക്സിൽ വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ദ്വാരക്കണം കേട്ടോ. എന്താ ജോലി? പറഞ്ഞു, എനിക്ക് റിയൽ എസ്റ്റേറ്റ് ആണ് ഉസ്താദെ. ആരോട് ചോദിച്ചാലും പറയണ എളുപ്പമുള്ള പണിയാണ് റിയൽ എസ്റ്റേറ്റ്. പിന്നെ കൂടുതൽ അങ്ങോട്ട് ചോദിക്കില്ലല്ലോ. റിയൽ എസ്റ്റേറ്റ് ആണ്. നേരം വെച്ച ഒരു മൊബൈൽ വിട്ട നേരം വെച്ച അങ്ങോട്ട് ഇറങ്ങി കുടുംബത്തോട് കൊണ്ടുവന്ന ഒരു പണി നടക്കണില്ല. എന്നിട്ട് വെറുതെ പറയാ എന്താ പണി? റിയൽ എസ്റ്റേറ്റ് ആണ്. ഓ, നല്ല സ്റ്റാൻഡേർഡ് വാക്കാണോ റിയൽ എസ്റ്റേറ്റ്. കച്ചവടം നടത്തി ഇപ്പൊ നമ്മൾ എവിടെ നിന്ന് കച്ചവടം നടത്താൻ പോകുന്നു? 4 ദിവസം മുമ്പേയുള്ള ദിനപത്രം നിങ്ങൾ വായിച്ചാക്കാനാ. കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ BSPയുടെ നേതാവ് മായാവതും കച്ചവടം നടത്തിയത് 4.5 ഏക്കർ ഭൂമി ചന്തയിൽ വാങ്ങി അമേരിക്കയിൽ ഒരു ഇന്റർനെറ്റ് കമ്പനി വക റൈസ് ചെയ്തോ ഡോക്യുമെന്റ്സോ ആധാരോ അടിയാധാരം കൊടുത്തു കഴിഞ്ഞു. അടിയാധാരം ആരെ? അള്ളാഹുവിന്റെ. കാരണം മുമ്പ് പ്രോപ്പർട്ടി ആരും റൈസ് ചെയ്തിട്ടില്ലല്ലോ. ആദ്യത്തെ വസ്തുവിന്റെ ലാൻഡിന്റെ ഓണർ തന്നെ മായാവതി. അവിടെ 4.5 ഏക്കർ സ്ഥലം മായാവതി ചന്തലിൽ വാങ്ങിച്ച് റൈസ് ചെയ്തോ. ഇനി സ്ഥലം വാങ്ങിക്കാൻ ആവശ്യമുള്ളവർക്ക് അമേരിക്കയിലേക്ക് ചെല്ലൂ, ചന്തലിലെ സ്ഥലം വാങ്ങിക്കാം. ഞാനൊരു 20 കൊല്ലം മുമ്പ് പ്രസംഗിച്ച കേസറ്റ്, 20 കൊല്ലം, ഞാൻ 27 കൊല്ലമായി വാങ്ങി തുടങ്ങിയിട്ട് 20 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിച്ച കേസറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്തുനിന്നും മംഗലാപുരത്തുനിന്നും ബോംബെയിലൊക്കെ വിമാനം പുറപ്പെടുമ്പോ ഇപ്പൊ വിളിച്ചു പറയുന്നത് തിരുവനന്തപുരത്തോ കോഴിക്കോടോ കൊച്ചിയിലൊക്കെ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ ദുബായിലേക്ക് പോകുന്ന IC 326 നമ്പർ ഫ്ലൈറ്റ് ബഹ്റൈൻ വഴി ദുബായിലേക്ക് പുറപ്പെടുന്നു. യാത്രക്കാർ കസ്റ്റംസ് എമിഗ്രേഷൻ ക്ലിയറൻസ് ചെക്കിംഗ് കടന്ന് ഉടൻ തന്നെ അവിടെ പാസഞ്ചറായിരിക്കേണ്ടതാണ്. ഇതൊരു 10-15 കൊല്ലം മുമ്പ് കേട്ടതാ. ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോ കോഴിക്കോട് എയർപോർട്ടിൽ പോയി ഞങ്ങൾ കേൾക്കാൻ പോകുന്നത് ചന്ദ്രൻ വഴി ചൊവ്വ വഴി യുറാനസിലേക്കുള്ള IC 326 നമ്പർ റോക്കറ്റ് അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പുറപ്പെടുന്നു. യാത്രക്കാർ ബോർഡിംഗ് പാസ് വാങ്ങി ലഗേജ് ക്ലിയറൻസ് എമിഗ്രേഷൻ കസ്റ്റംസ് ചെക്കിംഗ് ഒക്കെ നടത്തി നിങ്ങൾ തന്നെ പാസഞ്ചർ ലോഞ്ചിൽ വന്നിരിക്കേണ്ടതാണ്. ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? മനുഷ്യൻ ഇപ്പൊ 2ാം ആകാശത്തിലേ എത്തിയിട്ടുള്ളൂ. ചൊവ്വാന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് 2ാം ആകാശത്തില. 4ാം ആകാശത്തിന്റെ വലയം തോടിക്കാൻ ISROയുടെ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണനും കഴിഞ്ഞുപോയ മാധവൻ നായരും ഒന്നിച്ച് കൈകോർത്താൽ പോലും 4ാം ആകാശം പേടിക്കാൻ സാധ്യമല്ല. കാരണം 4ാം ആകാശത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. സുബ്ഹാന ജല്ലാലുഹു. നമ്മുടെ നാട്ടിൽ ആണവ കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തിനാണ്? വൈദ്യുതി ക്ഷാമം തീരാൻ. സൂര്യന്റെ ഒരൊറ്റ ദിവസം കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹീലിയം, ഹൈഡ്രജൻ, ഈ 2 കെമിക്കൽ ഉണ്ടായാൽ ഈ ഭൂമി നശിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ വൈദ്യുതി പ്രവഹിക്കാനുള്ള ഹൈഡ്രജനും ഹീലിയവുമൊക്കെ സൂര്യന്റെ ഒരൊറ്റ ദിവസത്തെ കറണ്ട് കത്തുന്ന കറണ്ട് കൊണ്ട് ഉണ്ടാക്കാൻ കുട്ടികളെ 15 കോടി പ്രകാശവർഷമപ്പുറത്ത് ഉദിച്ചുയർന്നുകൊണ്ട് നിൽക്കുന്ന സൂര്യന്റെ അരികിലെത്താൻ മനുഷ്യന് സാധ്യമല്ല കരിഞ്ഞെങ്കിലും. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി 1ാം ആകാശം കടന്ന് 2ാം ആകാശം കടന്ന് 3ഉം കടന്ന് 4ഉം കടന്ന് 5ഉം കടന്ന് 6ഉം കടന്ന് 7ഉം കടന്ന് 7ാം ആകാശത്തിന് പ്രപഞ്ചത്തിന്റെ ദിക്കുവേസായ സിദ്റത്തുൽ മുൻതഹായും കടന്ന് അല്ലാഹുവിനെ കണ്ട് നേരിട്ട് സംഭാഷണം നടത്തിയ ലോകത്തിന്റെ ഏകചരാചരം മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമല്ലാതെ ചൊവ്വയിൽ പോയിട്ട് നമ്മുടെ ISRO നാസയുടെ സഹായത്തോടെ വിറ്റൊരു 12 രൂപ അവിടെ പോയി തലക്കുത്തി വീണപ്പോ അതിനവിടുന്ന് 2ാമത് അയാത്താക്കി ഇവിടെ കൊടുന്നിറക്കിയപ്പോ അതിന്റെ തുമ്പത്തൊരു നനവുണ്ടായി എന്നാ പറയുന്നത്.
എന്നിട്ട് അയിമ തർക്കം ചെയ്ത് ഭൂതക്കണ്ണാട വെച്ച് നോക്കിയിട്ട് പറഞ്ഞു അവിടെ വെള്ളം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ഒരുപോലെ സാധ്യതയുണ്ട്. അതാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. നിങ്ങൾക്ക് 4-ാം ആകാശം കടന്നു റസൂലുള്ള, 5-ാം ആകാശം കടന്നു റസൂലുള്ള, 6-ാം ആകാശം കടന്നു റസൂലുള്ള, 7-ാമത്തെ ആകാശത്തിൽ കിടക്കുന്ന പ്രപഞ്ചത്തിന്റെ ലാസ്റ്റ് എൻട്രി, അതിന്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ എന്താ സാധനം മോനെ? നമ്മളിങ്ങനെ വാഴ്ന്നു പറയുമ്പോൾ കേട്ടിട്ടുണ്ട് അർശ്, കുർശ്, ലൗഹുൽ മഹ്ഫൂദ്, സിദ്റത്തുൽ മുൻതഹ. അതങ്ങനെ തന്നെ നിങ്ങളും പഠിച്ചിട്ടുണ്ട്. വയത് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ആലോചിച്ചു, എന്റെ സിദ്റത്തുൽ മുൻതഹ അത് നമുക്കറിയില്ല. ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഞങ്ങളും കേട്ടു. വാട്ട് ഈസ് ദ ലൗഹുൽ മഹ്ഫൂദ്? ലൗഹുൽ മഹ്ഫൂദ് എന്താ? എന്ത് സാധനം? ഇടക്കിടക്ക് പറയാറുണ്ട് ലൗഹുൽ മഹ്ഫൂദ്, അർശ്, സിദ്റത്തുൽ മുൻതഹ. അതൊക്കെ ഇപ്പൊ ആർക്കറിയാനാ? ഇതൊന്നും തർക്കം ഉണ്ടാകുമ്പോ പഠിച്ചു വെക്കണ്ടല്ല.